55 വർഷമായിട്ട് ആ കരാർ പുതുക്കിയിട്ടില്ല. കരാർ പുതുക്കിയിട്ടില്ല എന്ന് എഴുതുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് RTI പ്രകാരം. അപ്പം അത് മാത്രമല്ല വിഷയം, ഈ മുല്ലപ്പെരിയാർ ഡാമിനെ വെച്ചിട്ട് 3 തരത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഒന്ന്, പാട്ടക്കരാറിലുള്ള ലീസ് റെൻറ്റുമായി ബന്ധപ്പെട്ട 1 ഏക്കറിന് 30 രൂപയാണ്. ഇപ്പോഴത്തെ രീതിയിൽ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോടാനുകോടി രൂപ നമുക്ക് കിട്ടേണ്ടതാണ്. അത് റിവൈസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ റോയൽറ്റി ഈ പറഞ്ഞ ഈ രീതിയിൽ നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇലക്ട്രിസിറ്റി ഇത്രയും ബുദ്ധിമുട്ടുള്ള സമയത്ത് 7.75 നമ്മൾ വാങ്ങുന്നു. ആ സമയത്താണ് പൈസ പോലും ഇല്ലാതെ തമിഴ്നാടിന് ഒരു യൂണിറ്റിനോ അതോ ഒരു യൂണിറ്റിന് കൊടുത്തുകൊണ്ട് പൈസ ഇല്ല 0.00137 റുപ്പീസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതാണ് നമ്മുടെ കണക്ക്. അപ്പം അത് വരുമ്പോൾ തന്നെ ഏതാണ്ട് 15,269 കോടി രൂപ നമുക്ക് കിട്ടാൻ കിടക്കുക 55 വർഷം, 55 കൊല്ലത്തെ. അത് മാത്രമല്ല, ഇതിൽ വലിയ തട്ടിപ്പ് വേറെ ഉണ്ട്. 2015 അല്ലല്ല, ഇതൊന്ന് പറഞ്ഞു. അതായത് 71 മുതൽ നമ്മൾ പുതുക്കിയാൽ എത്ര രൂപ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 70 മുതൽ നമ്മൾ, ഞാൻ പറഞ്ഞ അങ്ങ് ഈ 15,000 കോടി എന്ന് പറഞ്ഞാൽ എത്ര രൂപ വെച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്? അതായത് 70 മുതൽ നമ്മുടെ 2000 വരെ ഈ റോയൽറ്റിയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. അതായത് 70 ഉണ്ടാക്കിയ ഈ കരാറിൽ റോയൽറ്റി പുതുക്കാനുള്ള ഒരു ക്ലോസ് ഇല്ല. നേരെ കുറച്ച് പാട്ടത്തുക പുതുക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വ്യത്യാസം? പാട്ടത്തുക എന്ന് പറയുമ്പോൾ 1 ഏക്കറിന് ഇത്ര രൂപ എന്നുള്ളത് 30 രൂപ നിലവിൽ നിശ്ചയിച്ച് വെച്ചിട്ടുള്ളതാണ്. നേരെ മറിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന യൂണിറ്റിന് യാതൊരു റിവിഷനും ആ ഓർഡർ, അതാണ് റോയൽറ്റി. അത് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ റോയൽറ്റി കൂടി അത് നമുക്ക് ഈടാക്കാമെങ്കിൽ ഇപ്പോഴത്തെ താരിഫ് അനുസരിച്ച് ഞാൻ പറഞ്ഞ 15,000 താരിഫ് മൊത്തം തരത്തില്ലല്ലോ. അല്ല, അത് നമുക്ക് ഈടാക്കാൻ വ്യവസ്ഥയുണ്ട്. കാരണം ഈ സുപ്രീം കോടതിയിൽ കേരളത്തിന് വേണ്ടി കേസ് പറയുന്ന അഡ്വക്കേറ്റുമാരിൽ മിടുക്കനായ ഒരു അഡ്വക്കേറ്റാണ് മോഹൻ വി കട്ടാർക്കി. അദ്ദേഹം 2015 തന്നെ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ലീഗൽ ഒപ്പീനിയൻ കേരള സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. 2015, ഇപ്പോൾ 2025, 10 വർഷമായി. അതിൽ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ പ്രകാരം ആർട്ടിക്കിൾ 131 പ്രകാരം റോയൽറ്റി പുതുക്കാൻ മറ്റേ കരാറിലില്ല എങ്കിലും കേരളത്തിന് ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ട്. തമിഴ്നാടിനോട് ആവശ്യപ്പെട്ട് അവർ ചെയ്തില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. 10 വർഷമായിട്ട് ആ ഉത്തരവ് പ്രകാരം ഇതുവരെ സമീപിച്ചിട്ടില്ല. ആ ഉത്തരവാണിത്.